ഹലോ ഗൈസ്, ദിസ് ഈസ് അർജുസ് വ്ളോഗ്. ഇത് നമ്മൾ കാണുന്ന വ്ളോഗ് വിഷുവിൻ്റെ തലേന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വിഷുക്കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം വിഷുവിന് പ്രധാനമായിട്ടും നമ്മൾ ദൈവത്തിന് വെക്കുന്നത് അടയാണ്. അപ്പോൾ ഈ ഇലയടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ വേഗം വേഗം വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് റെഡിയാക്കിയിട്ട് ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം അടുത്ത ദിവസം ആ അട നമുക്കുള്ളതാണ്. അങ്ങനെ അടയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നീക്കണമല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ നീറ്റ് വിഷുക്കണിയെല്ലാം കണ്ടിട്ട് റെഡി ആയതിനു ശേഷം നമുക്ക് അച്ഛനാണ് ആദ്യത്തെ കൈനീട്ടം തരാം. ഈ കൈനീട്ടം എന്താണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൈനീട്ടം വന്നിട്ട് അന്ന് ഒരു സന്തോഷത്തിന് തരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും അറിയില്ല. പക്ഷേ വലിയ എല്ലാ ആൾക്കാരും ചെറിയവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പൈസ തന്നെയാണ് കൈനീട്ടം. അത് എത്ര രൂപ ആവണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് എത്ര തരാണെങ്കിലും സന്തോഷത്തോടെ മേടിക്കാവുന്നതാണ് അന്നത്തെ ഒരു ആചാരം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കൈനീട്ടമൊക്കെ മേടിച്ചതിന് ശേഷം നല്ല സന്തോഷത്തോടെയാണ് നമ്മുടെ ഒന്നത്തെ ഒരു കൊല്ലം നന്നായിട്ടിരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ എൻ്റെ അനിയൻ വണ്ടിയൊക്കെ എങ്ങനെയൊക്കെ സ്റ്റാർട്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ വേഗം സ്റ്റാർട്ടാവില്ല, മെല്ലെ ഓണാവുള്ളൂ വണ്ടി, പഴയ വണ്ടി ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ മെല്ലെ അമ്പലത്തേക്ക് പോയി. അങ്ങനെ പതിയെ വെളിച്ചാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തേക്കൊക്കെ പോയി. അമ്പലത്തേക്ക് അത്യാവശ്യം എല്ലാ മലയാളീസും രാവിലെ വരുന്ന ഒരു അമ്പലമാണ് മഹാലിംഗപുരം. കോടമ്പാക്കം എന്ന് പറയും. അയ്യപ്പനും ഉണ്ട്, ഗുരുവായൂരപ്പനും ഉണ്ട്. അങ്ങനെ അവരെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് ഗൈസ്. എല്ലാവർക്കും ഈ ഒരു കൊല്ലം നല്ലൊരു വർഷമാകട്ടെ. ബൈ ബൈ.